വയനാടിൻ്റെ ചുരം കയറി ഇതാ എത്തി നിൽക്കുകയാണ്. സോ കുറേയേറെ കാഴ്ചകളുമായിട്ട്. അപ്പോൾ വയനാടിനെ കുറിച്ച് സംസാരിക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ എവിടെ നിന്ന് തുടങ്ങണം? ഇവിടെ നിന്ന് തുടങ്ങണം. ഏതാണ് സ്ഥലം? ചങ്ങലമരം അഥവാ ചെയിൻ ട്രീ എന്നാണ് ഈ സ്ഥലത്തിന്റെ പേര്. സോ ഈ ഒരു സ്ഥലത്തിന് ഒരു കുഞ്ഞു പ്രത്യേകതയും കൂടി ഉണ്ട്. നമുക്ക് ബ്രിട്ടീഷുകാരൊക്കെ വരുന്ന സമയത്ത് ഇവിടെ വഴിയൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പൊ ഈ ഒരു വഴി കാണിച്ചു കൊടുക്കാൻ വേണ്ടി നമ്മുടെ കരിന്തണ്ടം മൂപ്പനാണ് ഇവർക്ക് ഈ വഴിയൊക്കെ വെട്ടിത്തെളിച്ചു കൊടുത്തത്. പക്ഷെ ബ്രിട്ടീഷുകാര് പണ്ടേ നമ്മളോട് ശത്രുക്കളാണല്ലോ, അതുകൊണ്ട് അവർക്ക് ഈ വഴി അവരാണ് കണ്ടുപിടിച്ചതെന്ന് പറയാൻ വേണ്ടി പുള്ളിക്കാരനെ ഇല്ലാതാക്കി അല്ലേ? വയനാട്ടിലേക്കുള്ള എൻട്രിയിൽ തന്നെയാണ് ഈ ചെയിൻ ട്രീ നിൽക്കുന്നതും വയനാടിന്റെ ചരിത്രം തുടങ്ങുന്നതും ഇവിടെ തന്നെയാണ് അല്ലേ? നമ്മളിവിടെ ഒപ്പുവയ്ക്കാതെ എങ്ങനെ തുടങ്ങും? അപ്പൊ ബാക്കി കാഴ്ചകളും ഇവിടെ തന്നെ ആവട്ടെ അല്ലേ? വയനാടിന്റെ തേൻ നുകരുന്ന കാഴ്ചകളിലേക്കാണ് നമ്മളിപ്പോൾ എത്തി നിൽക്കുന്നത്. എവിടെയാ? ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ ഹണി മ്യൂസിയം, ഏഷ്യയിലെ രണ്ടാമത്തെ ഹണി മ്യൂസിയം. വയനാട്ടിലുള്ള ഹണി മ്യൂസിയത്തിലാണ് നമ്മൾ വന്നിട്ടുള്ളത്. സോ ബീ ക്രാഫ്റ്റ് അല്ലേ, അവരുടെ തന്നെ ആയിട്ടുള്ള ഒരു മ്യൂസിയം കൂടിയാണ്. തീർച്ചയായിട്ടും ഏകദേശം 10ഓളം വെറൈറ്റി ഹണി നമുക്ക് ഇവിടെ വന്ന് ടേസ്റ്റ് ചെയ്യാനും വാങ്ങാനും പറ്റും എന്നുള്ളതാണ്. അതിനോടൊപ്പം തന്നെ ഹണിയുടെ ബൈ പ്രൊഡക്ട്സ് ഒരുപാടുണ്ട് ഇവിടെ. തേനെ കുറിച്ചും തേനീച്ചകളെ കുറിച്ചും നമ്മൾ ധാരാളം കേട്ടിട്ടുണ്ടായിരിക്കും. പക്ഷെ നമ്മൾ അത്രത്തോളം കേൾക്കാത്ത ഒന്നാണ് ഒരു ഹണി മ്യൂസിയം എന്നുള്ളത്. സോ ഇന്ന് അത് ഇന്ത്യയിൽ ആദ്യത്തേതും ലോകത്തെ തന്നെ രണ്ടാമത്തേതുമായിട്ട് മാറി നിൽക്കുന്നുണ്ടെങ്കിൽ അതിന് പിന്നിൽ ചിന്തിച്ച പ്രവർത്തിച്ച ഒരു മാസ്റ്റർ ബ്രെയിൻ ഉണ്ട് അല്ലേ? സോ അദ്ദേഹമാണ് ഇന്ന് നമ്മുടെ ഒപ്പം കൂടെ ചേരുന്നത്. നമസ്കാരം. യെസ്, പേര് പറഞ്ഞു തുടങ്ങിക്കോളൂ. ഉസ്മാൻ മദാരി. യെസ്, ബീ ക്രാഫ്റ്റ് ഹണി മ്യൂസിയം എന്നുള്ള ചിന്ത എവിടെ നിന്ന് തുടങ്ങി? നമുക്കൊരു സമയത്ത് വയനാട്ടിൽ തേൻ വിൽക്കുമ്പോൾ 90% ഫേക്ക് ഹണി ആയിരുന്നു മാർക്കറ്റിൽ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മളത് ഒരു 10% നല്ല തേൻ കിട്ടുമ്പോൾ ഈ 90% ഫേക്കാണ്. ഈ സമയത്താണ് ഈ നമ്മൾ ഫുഡ് ആൻഡ് സേഫ്റ്റിയുടെ എല്ലാ മാനദണ്ഡങ്ങളും പാലിച്ചുകൊണ്ട് ലാബ് ടെസ്റ്റ് നടത്തിക്കൊണ്ടൊക്കെ ആയിട്ട് നമ്മൾ തേനിൻ്റെ വിപണിയിലേക്ക് ബീ ക്രാഫ്റ്റ് വരുന്നത്. നല്ല ക്വാളിറ്റി ഉള്ള പ്രോഡക്റ്റ് വിപണിയിലേക്ക് ഇറക്കുക എന്നുള്ളൊരു ഉദ്ദേശത്തിലാണ് ഈ ബീ ക്രാഫ്റ്റ് എന്നുള്ള ബ്രാൻഡ് വരുന്നതും ഹണി മ്യൂസ് എന്നുള്ള ഈ ഒരു സ്ഥാപനം വരുന്നത്. ഫങ്ഷണൽ പ്ലാന്റ് ആണ്. ഞങ്ങൾക്ക് ഏകദേശം ഒരു 300 കിലോന് ഞങ്ങൾക്ക് 6 മണിക്കൂർ കൊണ്ട് പ്രോസസ്സ് ചെയ്ത് തീർക്കാൻ കപ്പാസിറ്റി ഉള്ള ഒരു പ്രോസസ്സിംഗ് പ്ലാന്റ് ആണിത്. ഇനി അകത്ത് നമ്മൾ കാത്തിരിക്കുന്ന കാഴ്ചകൾ എന്താ? ഇവിടെ നമ്മളിപ്പോൾ തേനായിരുന്നു നമ്മളെ വിഷയം. ഇനി അവിടെ നമുക്ക് തേനീച്ചയാണ് വിഷയം. അത് ഒരു ലൈഫ് സൈക്കിളാണ് ശരിക്കും ഇവിടെ കൊടുത്തുള്ളത്. അതിപ്പം എഗ് ലേ ചെയ്യുന്ന ക്യൂണായിരിക്കും. അതിനുശേഷം അതൊരു ലാർവ സ്റ്റേജിലെത്തുമ്പം അവരെന്ത് ചെയ്യും? ഈ ഫുഡ് ഫീഡ് ചെയ്യും. അതിനുശേഷം അതൊരു അഡൽട്ട് പ്യൂപ്പായിട്ട് മാറുന്നതും അഡൽട്ടായിട്ട് ഇറങ്ങുന്നതാണ്. ഇത് 22 ദിവസമാണ് ശരിക്കും ഒരു പെൺതേനീച്ചകൾക്ക് പിടിക്കുന്ന ടൈം ഒരു ലൈഫ് സൈക്കിൾ എന്ന് പറയുന്നത്. ആൺതേനീച്ചകൾക്ക് ഇത് 24 ദിവസം പിടിക്കും ഈ ഒരു പ്രോസസ്സ്. ഇനി ഇവിടെ കൊടുക്കുന്ന ഫുഡ് ഈ ബീ ബ്രെഡിൻ്റെ പകരം ഇവിടെ റോയൽ ജെല്ലിയാണ് കൊടുക്കുന്നതെന്നുണ്ടെങ്കിൽ അത് 16 ദിവസം കൊണ്ട് തന്നെ അതെന്ത് ചെയ്യും? അഡൽട്ടായിട്ട് മാറും, റാണിയായിട്ട് മാറും. അതേപോലെ തേനീച്ചക്കൂടിലെ രാജാവിനെ കുറിച്ചിട്ട് നിങ്ങൾ എവിടെയും കേട്ടിട്ടുണ്ടാവില്ല. അതിനുള്ള കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവരെ മെയ്റ്റിംഗ് ആണ് ശരിക്കും. ഏതൊരു ആൺതേനീച്ച റാണിനായിട്ട് മെയ്റ്റ് ചെയ്ത് കഴിഞ്ഞാലും അതോടെ ആൺതേനീച്ച ചത്തു പോകുന്നുണ്ട്. അതുകൊണ്ടാണ് അവിടെ എന്തില്ലാത്തത്? രാജാവില്ലാത്തത്, റാണി മാത്രമേ ഉണ്ടാവുന്നത്. അതേപോലെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും തേനീച്ചക്കൂടിലേക്ക് കല്ലെറിയരുതെന്ന്. ഈ കല്ലെറിയരുതെന്ന് പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തേനീച്ചയുടെ കണ്ണുകളാണ്. ഇത് തേനീച്ചയുടെ ഒരു തലയുടെ ഒരു സ്ട്രക്ചറാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. തേനീച്ചയുടെ തലയിലായിട്ട് 5 കണ്ണുകളുണ്ട്.
തേനീച്ചകൾക്ക് 2 സൈഡിലും വലിയ രീതിയിലുള്ള 2 കോമ്പൗണ്ട് ഐസ് ഉണ്ട്. അതിന് പുറമെ ഹെഡിന്റെ ടോപ്പിലായിട്ട് എന്തുണ്ട് 3 സിമ്പിൾ ഐസ് കൂടിയുണ്ട്. അവരതെന്ത് ചെയ്യും, സെൻസ് ചെയ്യും, അത് എവിടുന്ന വരുന്നതെന്നും അത് എവിടുക്കാൻ പതിക്കാൻ. അപ്പോൾ എന്തെങ്കിലും വസ്തുവിനെ എറിയുകയാണെന്നുണ്ടെങ്കിൽ അത് എവിടുന്ന് അവരെന്ത് ചെയ്യും, സെൻസ് ചെയ്തു. അതുകൊണ്ട് നമ്മളിപ്പോൾ എറിഞ്ഞതിന് ശേഷം ഓടി ഒളിച്ചാലും തേനീച്ച ചിലപ്പോൾ നമ്മളെ പുറകിൽ വന്ന് കുത്തും. ഞാൻ അവിടെ പറഞ്ഞല്ലോ, തേനീച്ച അതിൻ്റെ കൂടുണ്ടാക്കുന്നത് മെഴുക് വെച്ചിട്ടാണ്. ഇത്തരത്തിലുള്ള മെഴുകാണിത് ശരിക്കും. ഇത് ശരിക്കും കോസ്മെറ്റിക്സിനാണ് പോകുന്നത്. ഈ ലിപ്സ്റ്റിക്കുകളിലും അതേപോലെ കാജൽസിലൊക്കെയാണ് ഇത് എന്ത് ചെയ്യുന്നത്, മെയിൻലി യൂസ് ചെയ്യുന്നത്. ഇത്ര നേരം കാഴ്ചകളും കണ്ട് വിശേഷങ്ങൾ അറിഞ്ഞു, പക്ഷേ ഈ ഒരു മൊമെന്റിനാണ് വെയിറ്റ് ചെയ്തത്. ഇത് സിഡർ ഹണി എന്ന് പറയുന്ന കശ്മീർ എന്ന് വരുന്ന തേനാണ്. അപ്പം ഇന്ത്യയിൽ അവൈലബിൾ ആയിട്ടുള്ളതിൽ ഏറ്റവും ക്വാളിറ്റി കൂടിയ തേനുകളിൽ ഒന്നാണ് ഈ സിഡർ എന്ന് പറയുന്നത്. ഇത് ബ്ലാക്ക് ഫോറസ്റ്റ് തന്നെയാണ്. നമ്മൾ വലിയ തരം തേനീച്ചകളുടെ തേനാണിത്. കടുകിൻ്റെ തോട്ടത്തിൽ നിന്ന്, അതായത് പഞ്ചാബ് ഹരിയാന ഭാഗങ്ങളിൽ നിന്ന് കളക്ട് ചെയ്യുന്ന തേനാണത്. ഇത് ഈ ബ്ലഡ് സർക്കുലേഷൻ്റെ കുറവുള്ള ആൾക്കാർക്കൊക്കെ, ഈ ആർത്രൈറ്റീസിനും വെരിക്കോസ് വെയിനൊക്കെ നല്ലതാണ്. ഇനി അതേപോലെ ഇത് അയമോദകം കൃഷി ചെയ്യുന്ന തോട്ടത്തിൽ നിന്ന്, നമ്മൾ രാജസ്ഥാനിൽ നിന്ന് വരുന്ന തേനാണ്. ഇത് ഈ ഗ്യാസ്ട്രിക് പ്രോബ്ലംസ്, അജ്വൈൻ എന്ന് പറയുന്ന അയമോദകമാണ്. അപ്പോൾ അതിൻ്റെ തോട്ടം നിന്ന് എടുക്കുന്നതാണ്. കുറേ സമയമായിട്ട് അല്ലേ ഒരു തേനീച്ചക്കൂടിൽ പെട്ടൊരു ഫീലാണ്. നമുക്ക് കയറുമ്പോൾ തന്നെ ഒരു ആംബിയൻസിലോട്ട് വന്നു, എന്നെ ഇവിടെ വന്നു, ഇതെങ്ങനെ ഇതിൻ്റെ പ്രോസസ്സ് കാര്യങ്ങൾ നമ്മൾ കണ്ടു. എന്നേക്കാൾ ഉപരിയായിട്ട് കുറേ നമുക്ക് പഠിക്കാൻ കൂടി പറ്റുന്നു എന്നുള്ളത് തന്നെയാണ്. അധികം തേനുകൾ ഇവിടെ ഉണ്ട് എന്നുള്ളത്. ഞാൻ തേനീച്ച കൂട്ടി പെട്ടതിന് ഒപ്പം തന്നെ എടുത്ത് പറഞ്ഞൊരു കാര്യമാണ്, നമ്മളൊരു ഇന്ത്യ മുഴുവൻ സഞ്ചരിച്ച ഒരു ഫീലാണ്. കാരണം വയനാട് നിന്ന് കാശ്മീർ വരെ നമ്മൾ പോയിട്ടുണ്ട് തേൻ കാരണം. അതിനേക്കാൾ ഉപരിയായിട്ട് നല്ല അടിപൊളിയായിട്ട് നമുക്ക് അത് എക്സ്പ്ലെയിൻ ചെയ്തു എന്നുള്ളതാണ്. സോ താങ്ക് യു സോ മച്ച്. തീർച്ചയായിട്ടും. ഞാൻ നിങ്ങൾക്ക് ഞാൻ അവിടെ ഉള്ളിൽ പറഞ്ഞ ഭയങ്കര എക്സ്പെൻസീവ് ആയിട്ടുള്ള ഒരു സാധനത്തിനെ കുറിച്ച് പറഞ്ഞില്ല, അതുകൂടെ കാണിച്ചു തരാം. കാണിക്ക് മാത്രമേ ഉള്ളൂ, ഞങ്ങളിൽ സ്പൂണുണ്ട്. റോയൽ ജെല്ലി എന്ന് പറയുന്ന സാധനം ഞങ്ങൾ ഫ്രോസൺ ചെയ്തിട്ടാണ് സൂക്ഷിക്കുക. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് നേരിട്ട് തേനീച്ചയിൽ നിന്ന് കളക്ട് ചെയ്യുന്ന സാധനമാണ്. ഇതിൽ 60% കൂടുതൽ ഇതിൽ മോയ്സ്ചറിൻ്റെ കണ്ടന്റ് വരും. അപ്പോൾ പുറത്തുള്ള ടെമ്പറേച്ചർ, റൂം ടെമ്പറേച്ചറിൽ നമ്മൾ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് ഫെർമൻ്റ് ആയിട്ട് കുഴിച്ചു പോകും, കഴിക്കാൻ പറ്റാത്ത രീതിയിലായിരിക്കും. അതുകൊണ്ട് നമ്മൾ ഇതിനെ ഫ്രോസൺ ചെയ്ത് വെക്കും. ഞങ്ങൾ നമുക്ക് നമ്മളെ കസ്റ്റമേഴ്സ് നിങ്ങളത് എങ്ങനെ കൊടുക്കുകയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ തേനിൽ പ്രിസർവ് ചെയ്തിട്ടാണ് കൊടുക്കുക. ഒരു 20 ഗ്രാമാണ് ഞങ്ങളതായിട്ടുള്ള കൊടുക്കുന്ന ഒരു അളവ് എന്ന് പറയുന്നത്. 20 ഗ്രാം റോയൽ ജെല്ലി ഞങ്ങൾ ഇതിൽ നിന്ന് എടുത്തിട്ട് ഞങ്ങൾ 250 ഗ്രാമിലോ അല്ലെങ്കിൽ 300 ഗ്രാമിലോ അതിനെന്ത് ചെയ്യും, എൻട്രി ചെയ്യും. അപ്പോൾ അത് റോയൽ ഹണി എന്ന് പറയുന്ന ഒരു ഹണി ആയിട്ട് മാറി. ആ ഹണീനെ എന്ത് ചെയ്യാം, നമുക്ക് ഡെയിലി 10 ഗ്രാംസ് വെച്ചിട്ട് നമുക്ക് കഴിക്കാം. വിശേഷങ്ങൾ അല്ലെ നമ്മൾ തൽക്കാലത്തേക്ക് ഇവിടെ നിന്ന് വിടുകയാണ്. പക്ഷെ വയനാട്ടിലെ കാഴ്ചകൾ കുറേയേറെ കാത്തിരിക്കുന്നുണ്ട്. അപ്പോൾ അതുവരെ സ്റ്റേ ട്യൂൺ.